ചേട്ടാ ഈ രാഘമാമൻ നമ്മുടെ തറവാടിന്റെ പേര് ഏടിയും പറയില്ല. ഇനിതാ ബൈക്ക് എന്നെ കണ്ടാ മിണ്ടലേ ഇല്ല, നോക്കൂല. കണ്ടാ മിണ്ടാനും നോക്കാനും നിന്നെ ഉണ്ടപ്പോ അങ്ങേർക്ക് അറിയണു. നമ്മളിപ്പോ ഒരു ബന്ധം ഉണ്ടെന്നല്ലാണ്ട് നമ്മളെയൊന്നും അങ്ങനെ അറിഞ്ഞോളന്നില്ലേ. അതൊന്നുമില്ല. ഇപ്പൊ മരിച്ചു തന്നെ നമ്മളിപ്പോ ഈ സോഷ്യൽ മീഡിയയിൽ വഴിയല്ലേ അറിഞ്ഞേ. അത്ര തന്നെ. പക്ഷെ വേറൊരു കാര്യമുണ്ടേ, ഞാൻ ആലോചിച്ച് നോക്കുമ്പോ ഇങ്ങനൊക്കെ ഉള്ളൊരു വലിയ ആളാ. നമുക്കൊരു ബന്ധം ഉണ്ട് എന്ന് പറയണത് ഒരു അന്തസ് തന്നെയാണ്. തറവാടിന് പേരല്ലേ അല്ലേ? പിന്നെ അപ്പൊ ആരോടും നമ്മളിപ്പോ അങ്ങനെ വലിയ ബന്ധമുള്ളവരൊന്നല്ലാന്നോ, നമ്മളായിട്ട് ഇപ്പൊ അവര് വലിയ അടുപ്പില്ലാന്നോ ഒന്നും പറയാൻ നിക്കണ്ട. പ്രത്യേകിച്ച് മരണം വിളിച്ചു പറഞ്ഞു നമ്മൾ അറിഞ്ഞു തന്നെ പറയണട്ടോ. സോഷ്യൽ മീഡിയന്ന് അറിഞ്ഞാന്നൊന്നും നീ എവിടെയും പോയി വിളമ്പരുത്. ഞാനെവിടെ പറയാൻ വേണ്ടി അല്ല, പറഞ്ഞതാ ഞാന്. പിന്നെ രാഘവമ്മ മരിച്ചല്ലോ, അപ്പൊ നമുക്ക് എന്തു പറയാലോ. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം, നമുക്ക് ആരുടെയെങ്കിലും കയ്യില് രാഘവമ്മാവിന്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ അത് എല്ലാവരും നമ്മളായിട്ടുള്ള ഫോട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ എടുത്തിടുക സോഷ്യൽ മീഡിയയില്. ഇല്ല, ഞാനും രാഘവമ്മാനില്ല ഒരൊറ്റ ഫോട്ടോ ഇല്ല. ഇല്ല, ചണ്ടാക്കണം. ഈ ഫോട്ടോഷോപ്പ് പരിപാടി ഇല്ലേ, അങ്ങനൊക്കെ ചെയ്യാൻ പറ്റും. അത് എവിടെ വെച്ചാ കൊണ്ടുപോയി ചെയ്യ. എന്റെ ഇല്ല, എന്റെ ആക്കിക്കോ. എന്നിട്ട് നമ്മള് ഈ സ്റ്റാറ്റസിലൊക്കെ ഇടുക. എന്റെ വലിയൊരു ഫോട്ടോ, രാഘവമ്മാന്റെ ഒരു ഫോട്ടോ വെച്ചിട്ട് അടിച്ചങ്ങോട്ട് വിടാം എല്ലാവരുടെയും. നമ്മളല്ല കുടുംബത്തിൽ. നമ്മളെ ഇനിയിപ്പോ ആരെങ്കിലും ഇല്ലെങ്കിൽ അത് ഫോട്ടോഷോപ്പ് വഴിയൊക്കെ സെറ്റ് ചെയ്തിട്ട് എല്ലാവരുടെയും ഫേസ്ബുക്കിലും അതേമാതിരി ഈ സ്റ്റാറ്റസിലൊക്കെ അങ്ങോട്ട് ഇടുക. അല്ല ശീതാട്ട, എനക്കൊരു സംശയം വെച്ച്, ഈ രാഘവമ്മാന്റെ കൂടെ ഇപ്പൊ ശീതാട്ടനുണ്ട്, ഞാനുണ്ട്, നമ്മുടെ കുടുംബം എല്ലാം ഉണ്ടാവുമല്ലോ. മരിച്ചു എന്ന് പറഞ്ഞല്ലേ വെക്കുന്നത്? മൊത്തം മരിച്ചു എന്ന് പറഞ്ഞ് വിചാരിക്കും ആൾക്കാർ. എല്ലാ ആൾക്കാരും മരിച്ചു. എന്താ പൊട്ടാ നീ പറയണത്? ഞാൻ പറയണത് നമ്മള് ഫ്ലെക്സ് വെക്കേണ്ട കാര്യമല്ല, അത് ഒരെണ്ണേ വെക്കണ്ടു. അതില് നമ്മുടെ ഫോട്ടോ വേണ്ട. കടലാമണക്ക് കുടുംബം ആദരാഞ്ജലികൾ, ആശംസകൾ. ആശംസകളോ? ആശംസ മതി, അതേ വെക്കാവൂട്ടോ. എനിക്ക് എത്ര ഗ്രൂപ്പ് ഉണ്ട്, കംപ്ലീറ്റ് ഞാൻ ഷെയർ ചെയ്തോ. അങ്ങനെ ഒരെണ്ണപ്പം ഉടനെ തന്നെ ചെയ്തോ. അല്ലാതെ ഇപ്പൊ ഈ കാര്യം ശീതള, വിശ്വസിക്കാൻ പറ്റുന്നില്ല ശീതള. ഇത് സംഘപ്പെട്ട മനുഷ്യനെ കേട്ടിട്ടെ മേലെ പൂത്ത് കയറുവോ. എല്ലാ മാസവും ഒരു തവണയിലും വിളിച്ചിട്ട് കാര്യങ്ങൾ അന്വേഷിക്കണതാ ഞങ്ങളോട്. പുള്ളിയുടെ എത്ര സിനിമ ഞാൻ കണ്ടെന്ന് പറയാമോ? നമ്മുടെ അപ്പൂപ്പന്റെ വെല്ലിച്ചന്റെ മോന്റെ മോനാണ് ഈ രാഘവമാമൻ. അത്ര അടുത്ത ബന്ധാണേ. സംഭവിക്കട്ടെ, സംഭവിച്ചു. ഈ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. ഞങ്ങൾ ബോഡി എത്താറാകുമ്പോഴത്തേക്കും വരാം. ആയിക്കോട്ടെ കേട്ടോ. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നീക്കാൻ പറ്റുന്നില്ല. ഈ മരണ വിവരം അറിഞ്ഞേ പിന്നെതാ ചെലവാനം കഴിച്ചിട്ട് എന്റെ ചെയ്തിട്ട് ഞാനും കൃഷ്ണാട്ടിലെ ഹോട്ടലിൽ നിന്ന് ലേറ്റ് ആയിട്ട് ഒരു 3 പൊറോട്ട 2 മുട്ടക്കറി. എന്താ ഉണ്ണിയത്? എനിക്കൊരു മസാല ദോശ മതി. ഇത്ര മതി. ശരി കേട്ടോ, ഞങ്ങൾ പോയിട്ട് വരാം. ബോഡി വരുമ്പോഴത്തേക്ക് കേട്ടോ. എന്താ ചെയ്യാ? മര്യാദ കൊണ്ടുവരണം. അതെ, സത്യം പറഞ്ഞ ഫ്ലെക്സ് ഇച്ചിരി ചെറുതായി പോയെന്നൊരു സംശയം. അതൊക്കെ മതിയത്. നിങ്ങൾ എന്താ പറഞ്ഞ നമ്മളെ സാംസ്കാരിക സമിതിന്റെ ഉദ്ഘാടനത്തിന് മൂപ്പരെ വിളിച്ചപ്പോ 50,000 രൂപ തരാണ്ട് വരില്ല എന്ന് പറഞ്ഞ ആളാ മൂപ്പര്. ഇത്ര വലിയ ഫ്ലെക്സ് ഒക്കെ വെക്കണം. അത് ശരിയാണോ? അതിന്റെ ആവശ്യമില്ല. നിങ്ങൾ വിഡിത്തം പറയല്ലേ. ഇയാൾ ഈ ഫ്ലെക്സ് വെക്കണത് ഇയാൾ അറിയാം. അയാൾ മരിച്ചു പോയില്ലേ? പിന്നെ ആർക്ക് വേണ്ടി വെക്കണത് ഇപ്പൊ? എന്റെ മൊയ്തു നമ്മുടെ സാംസ്കാരിക സമിതിക്ക് വേണ്ടിയല്ലേ ഇത് വെക്കണത്. ഇതൊക്കെ വെക്കുമ്പോഴേ ആൾക്കാർ അറിയുള്ളൂ നമ്മളിങ്ങനെ കുറെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ആൾക്കാരുടെ ഇടയിൽ ഒരു ഓളം ഉണ്ടാക്കാനല്ലേ നമ്മൾ ഇത് വെക്കണത്. നാളെ നമ്മൾ പിരിവിന് ചെല്ലുമ്പോ അവർ കാശ് തരണ്ടേ? പിന്നെ ഇതിന്റെ സന്തോഷ സൂചകമായിട്ട് പായസം കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. സന്തോഷമായിട്ട്? അല്ല, സന്തോഷം എന്ന് പറയാൻ നമ്മുടെ ക്ലബിനുള്ളിൽ സന്തോഷം ഉണ്ടല്ലോ. അപ്പൊ പുറത്ത് ജനങ്ങളുടെ ഇടയിൽ നമ്മൾ ദുഃഖത്തോടെ തന്നെ കൊടുക്കുന്നു. മരിച്ചെന്നാ കൊടുക്കാൻ പാടില്ല. ഇന്നും നാളെയൊന്നും അല്ലടോ. 16-ന് 16 കൊടുക്കാം. വേണം 41-ന് കൊടുക്കാം. 16 നമുക്ക് കടല കൊടുക്കാം, 41-ന് നമുക്ക് അടി കൊടുക്കാം. അല്ല, ആടപ്പായസം കൊടുക്കാം. മുത്തച്ഛനാണ് അങ്ങേർക്ക് അഭിനയിക്കാനുള്ള ഒരു മോഹം ഉണ്ടായപ്പോ മദ്രാസിലേക്ക് പോയിട്ട് ഇതിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വിട്ടതേ. അന്നുള്ള കാശൊക്കെ കൊടുത്തു. കാതിലൊക്കെ അടക്കം വിറ്റിട്ടാണ് ഇത്രേ മുത്തശ്ശൻ കാശ് കൊടുത്തതേ. പക്ഷെ ഇപ്പൊ നിങ്ങളുടെ ഭാഗത്ത് നിന്നൊക്കെ വലിയ സപ്പോർട്ടൊന്നും കിട്ടിയില്ല. പുള്ളി ആളായ പിന്നെയാണ് നിങ്ങളൊക്കെ ബന്ധുക്കൾ എന്ന് പറയുന്നൊക്കെ. അയ്യോ, എന്താ നാട്ടുകാരോട് നമ്മള് പറയാ? നമുക്കിപ്പോ ഇതൊന്നും പറഞ്ഞു നടക്കാനുള്ള നേരമില്ല.
ഒന്നാമത്തെ കാര്യം ഇപ്പൊ അതെന്തെങ്കിലും ആയിക്കോട്ടെ, ഞങ്ങളിട്ട് അത് പറയണില്ല. ഇപ്പൊ എല്ലാവർക്കും അദ്ദേഹം നടൻ എന്നുള്ള സംഗതി തന്നെ ഉള്ളൂ. ഞങ്ങൾക്ക് അതല്ലല്ലോ. ഞങ്ങൾക്ക് ഞങ്ങളുടെ സമാധാനപ്പെട്. പോയത് നമ്മുടെ രാജ്യത്തിന് ഒരു കലാകാരൻ പോയതാണ്, നിങ്ങളുടെ കുടുംബത്തിന് മാത്രമല്ല. സമാധാനമായിട്ട് ഞങ്ങൾ പന്തലിനുള്ള ഒരു അറേഞ്ച്മെന്റ് നടത്താം. ശീതളേട്ടനൊന്ന് വിളിച്ച് പറഞ്ഞാൽ മതി കേട്ടാ. ആ മോനാ നീ വന്ന് പോകാൻ പറ്റേ. ഇനി അവരെ അത് ഏൽപ്പിക്കാൻ പറ്റുമോ? നീ പോയിട്ടേ അതൊക്കെ നാളെ മതി. ഇപ്പൊ ഇത് ചെയ്യില്ലേ കേട്ടോ. ശീതളേട്ടാ, ചില്ലറ വല്ലതും കയ്യിലിരിപ്പുണ്ടാവോ? ചില്ലറ നോട്ടായാലും കുഴപ്പമില്ല. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നടക്കാനേ. കാര്യം ഞങ്ങളിപ്പോ പെട്ടെന്ന് ഇങ്ങോട്ട് പറയുമ്പോ എന്താ ഞങ്ങള് ചെയ്യാ? എന്തായാലും വേണ്ടപ്പെട്ടവരൊക്കെ എത്തട്ടെ. ആരോടെങ്കിലും മേടിച്ചിട്ട് ഒരു ഫുള്ള് എടുത്തോട്ടെ. രണ്ടെണ്ണം ഞങ്ങൾ തരാ. ഇതൊക്കെ ആള് കൂടുന്നതിന് മുമ്പ് ഒന്നാണ് മുഖം പിടിക്കണ്ടേ. നല്ലോനാ ഓന് കാര്യം അറിയാം. നമ്മളൊക്കെ കാര്യം അറിയാം അവന്. എന്തൊക്കെ കാര്യം അവൻ പറയണം. അല്ലന്ന് ഇപ്പൊ ഉത്സവത്തിന് പോകണ്ടോ? വേണമെങ്കിൽ ഒന്ന് മുഖം കാണിച്ചിട്ട് അമ്പലത്തിൽ ഒന്ന് പോയിട്ട് ഇങ്ങോട്ട് പോരാ. ഇനി കുറച്ച് കഴിഞ്ഞ് ഒന്നിനും നേരം കിട്ടില്ല. എന്താ വേണ്ട? എന്തെങ്കിലും കഴിക്കടി ഇപ്പം കഴിക്കണ ആള് വന്ന് ഒന്നും കിട്ടൂല, കഴിക്കാനും പറ്റില്ല. മോശം. നീ എന്തിനാ ഈ പൊറോട്ട ഇറച്ചിയും പറഞ്ഞ് അമ്പലത്തിൽ പോണ്ടെന്ന്? പൊറോട്ട കഴിച്ചിട്ട് പോവാലോ. ഞാനതല്ലേ മസാല ദോശ മതി എന്ന് പറഞ്ഞു. വെറുതെ വേണ്ടാത്ത ഓരോ കാര്യം ചെയ്തിട്ട്. ഈ മൂപ്പരുടെ ആദ്യ സിനിമ ഏതാണെന്നറിയോ? ഏതാ? ഉറങ്ങാൻ കിടന്ന വീട്. അതല്ല, ഞാൻ കണ്ട കനവുകളാ. അത് രണ്ടാമത്തെ തമിഴ് പടം. അത് പൊളിഞ്ഞു പോയി. ശരി. അപ്പൊ നമുക്കേ ഞാൻ ഇവിടെയാണ് വെക്കാന്ന് പ്ലാൻ ചെയ്തേ. അല്ല, ഇവിടെ ആരെ വെച്ചേ? നമ്മളെ പ്രശ്നം ഇതാണ്. നിങ്ങൾ ക്ലബില് ഞാൻ ഒരു കാര്യം പറയാം, ഭാരവാഹികൾ ഇങ്ങനെ ആയാൽ പറ്റില്ല. ഇത് കണ്ട ഇപ്പൊ അവരുകൊണ്ട് വെച്ചാ കണ്ട, നമ്മളിത് ആദ്യം വെക്കേണ്ടതല്ലേ? അത് കറക്റ്റാണ്, നമ്മൾ കുറച്ച് നേരത്തെ വെക്കേണ്ടതായിരുന്നു. വലിപ്പമുണ്ടെന്നൊരു കാര്യമില്ല. ഇതിപ്പോ ഇവിടെ നിന്ന് ഇങ്ങനെ പോയ ആൾക്കാരല്ലേ ഇത് കണ്ടില്ലേ? കണ്ടിട്ടുണ്ടാവൂലേ? അവരല്ലേ ആദ്യം അറിയിച്ചത്. അല്ല, മുമ്പൊക്കെ ഇവിടുന്ന് ഇങ്ങോട്ട് ഫേസ് ചെയ്ത് വെക്കാം. അല്ല, നമുക്ക് ഇങ്ങനെ വെക്കാം. അപ്പൊ അങ്ങനെ പറഞ്ഞവർക്കും ഇങ്ങനെ പറഞ്ഞവർക്കും കാണാൻ പറ്റും. എല്ലാവർക്കും വായിക്കാൻ പറ്റും. അതിനെക്കാട്ട് ഉസാരെ നോക്കി നമ്മുടെ ഫോട്ടോ ഉസാരായത്. അതൊരു മരിച്ച ഫോട്ടോ മതി, നല്ല ജീവുള്ള ഫോട്ടോ നോക്കി. അല്ല, അത് അതിന്റെ മുന്നിൽ വെക്കണോ? പ്രശ്നം ഉണ്ടാകണ്ട. രണ്ടാൾ കയറി രണ്ടാൾ കയറി നോക്കി കയറിയോ? മുറുക്ക കിട്ടണേ. വേറൊരു ഐഡിയ. മയ്യത്തുനിന്ന് ഇപ്പൊ കൊണ്ടുവരുമ്പോ ഇവിടെ ആള് കൂടുമല്ലോ നാട്ടില്. അപ്പൊ ഞാൻ ഓംലെറ്റ് കച്ചവടം ഇങ്ങോട്ട് മറ്റുള്ള ആലോചിക്കാം. ബ്രെഡ് ഓംലെറ്റ്, സിഗരറ്റും. നല്ല ഐഡിയ. പക്ഷെ ആ ഐഡിയ ഞാൻ ഓൾറെഡി സമിതിയുടെ പേരിൽ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞേക്കല്ലേ. ഇതെന്തിനാ സമിതിന്റെ പേരിൽ ചെയ്യണത്? ഞാൻ ഇവിടെ കാലാകാലങ്ങളായിട്ട് ഓംലെറ്റ് കച്ചവടം നടത്തുന്ന ഫ്ലെക്സ് ഒക്കെ അടിച്ചതിന് നല്ല പൈസ ചിലവ്. അതിപ്പോ എന്റെ കയ്യിൽ നിന്ന് ചിലവാക്കിക്കണേന്. ഇത് കച്ചവടം ചെയ്ത് കഴിയുമ്പോൾ അതിന് നല്ല കിട്ടണോ ഇതൊക്കെ മുതലാക്കാനായിട്ട്. നല്ല കാര്യമാണ്. അല്ല, അങ്ങനെയാണെങ്കിൽ 70-30 പിടിക്കാം. നീ 30 എടുത്തോ, കുഴപ്പമില്ല. 30 നിങ്ങൾക്ക്. സംഘടന, ഒരു സമിതി എന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാരുള്ളതാണ്. നീ ഒരാളല്ലേ ഉള്ളൂ, 30 മതിയല്ലോ. മറിമായം.